നമസ്കാരം. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മന്ത്രിസഭയിലും പ്രാതിനിധ്യം വർദ്ധിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തൃശൂരിൽ നിന്നും വിജയിച്ച സുരേഷ് ഗോപിക്ക് പുറമെ ജോർജ് കുര്യനെയാണ് പ്രധാനമന്ത്രി പരിഗണിച്ചിരിക്കുന്നത്. BJPയുടെ താഴെത്തട്ട് മുതൽ പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ജോർജ് കുര്യന് ക്രൈസ്തവ സംഘടനകളുമായി നല്ല ബന്ധമാണുള്ളത്. ക്രൈസ്തവ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ജോർജ് കുര്യൻ മൂന്നാം മോദി മന്ത്രിസഭയിൽ എത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപിക്ക് നല്ല രൂപത്തിലുള്ള പിന്തുണ തൃശൂരിൽ നിന്ന് ലഭിച്ചതായാണ് BJP വിലയിരുത്തുന്നത്. കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രാജിവെക്കുന്ന ഒഴിവിൽ രാജസ്ഥാനിൽ നിന്നും കുര്യനെ രാജ്യസഭയിൽ എത്തിക്കുമെന്നതാണ് ലഭിക്കുന്ന സൂചന. രാജ്യസഭാ കാലാവധി അവസാനിക്കാൻ ഇനിയും വർഷങ്ങളുണ്ടായിട്ടും അത് പരിഗണിക്കാതെയാണ് ആലപ്പുഴയിൽ നിന്നും KC വേണുഗോപാൽ ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്നത്. ഇത് ഫലത്തിൽ കൈവശമുള്ള രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് നഷ്ടമാകുന്ന അവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാജസ്ഥാനിൽ ഭരണം പിടിച്ചെടുത്ത BJPയുടെ അംഗസംഖ്യ പരിശോധിക്കുമ്പോൾ നിഷ്പ്രയാസം രാജ്യസഭാ സീറ്റിലേക്ക് പ്രതിനിധിയെ വിജയിപ്പിക്കാൻ കഴിയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ സീറ്റ് പിടിച്ചെടുത്ത BJPക്ക് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതും 9 നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതും എത്താൻ സാധിച്ചിട്ടുണ്ട്. 20% വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനും ഇത്തവണ കഴിഞ്ഞിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകൾ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. അത്രയും സീറ്റുകൾ നേടിയെടുക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് 2 മന്ത്രിമാരെയും കേരളത്തിൽ നിന്നും ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. BJPയുടെ ഈ നീക്കം ഇടതുപക്ഷത്തിനും UDFനും വലിയ വെല്ലുവിളിയായി മാറാനാണ് സാധ്യത. രണ്ടാം മോദി സർക്കാരിലെ ഭൂരിഭാഗം പ്രമുഖരെയും നിലനിർത്തിയാണ് പുതിയ മന്ത്രിസഭ. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയാണ് കേന്ദ്രമന്ത്രിയാകുന്നത്. അദ്ദേഹം ദില്ലിയിലേക്ക് തിരിച്ചു കഴിഞ്ഞതാണ്. രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ, പീയൂഷ് ഗോയൽ തുടങ്ങിയവരാണ് പട്ടികയിലുള്ളത്. BJPയിൽ നിന്ന് 35 പേരാണ് ആദ്യ പട്ടികയിലുള്ളത്. HD കുമാരസ്വാമി അടക്കം സഖ്യകക്ഷികളിൽ നിന്ന് 12 പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. TDPക്ക് 2 ക്യാബിനറ്റ് പദവികളും നൽകിയിട്ടുണ്ട്. അതേസമയം വളരെ സന്തോഷത്തിലും ആശ്ചര്യത്തിലുമാണ് ജോർജ് കുര്യന്റെ ഭാര്യ അന്നമ്മ ഉണ്ടായിരുന്നത്. ജോർജ് കുര്യന്റെ കേന്ദ്രമന്ത്രിസ്ഥാനം ഇത്രയും നാൾ അധ്വാനിച്ചതിന്റെ അംഗീകാരമാണെന്നാണ് ഭാര്യ പറഞ്ഞത്. മന്ത്രിസ്ഥാനം വരും പോകും, അതിനൊന്നും ജീവിതത്തിൽ വലിയ നേട്ടമായി കരുതാൻ സാധിക്കില്ല. ജോർജ് കുര്യന്റെ പ്രവർത്തനങ്ങൾക്ക് കുടുംബം തടസ്സം നിന്നിട്ടില്ല, പൂർണ്ണ പിന്തുണയാണ് നൽകിയിരുന്നത്. കേന്ദ്രമന്ത്രിസ്ഥാനം സംബന്ധിച്ച വാർത്ത മാധ്യമങ്ങളിൽ കൂടിയാണ് അറിയുന്നത്. സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. ഡൽഹിയിൽ എത്തിയെന്ന് പറഞ്ഞ് ജോർജ് കുര്യൻ വിളിച്ചിരുന്നുവെന്നും അതിനുശേഷം അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ഭാര്യ മാധ്യമങ്ങളോട് പറയുന്നു. സന്തോഷമുണ്ട്, സംതൃപ്തിയും. ഒത്തിരി നാൾ അദ്ദേഹം കഷ്ടപ്പെട്ടു. സമൂഹത്തിന് സേവനം ചെയ്യുക, സ്വരാജ്യത്തെ സ്നേഹിക്കുക, ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തു. ഭർത്താവിന്റെ സേവന മനോഭാവത്തെ തള്ളിപ്പറയാൻ പറ്റില്ലെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. മന്ത്രിസ്ഥാനം ഉറപ്പിച്ച് ജോർജ് കുര്യൻ വിളിച്ചിരുന്നു എന്ന ചോദ്യത്തിന് ഇതുവരെ വിളിച്ചില്ലെന്നായിരുന്നു. മാധ്യമങ്ങളിൽ കൂടിയാണ് ഇക്കാര്യം അറിയുന്നതെന്നും അവർ കൂട്ടിച്ചേർന്നു. നിലവിൽ പോയിരിക്കുന്നത് മന്ത്രിസഭയിലേക്കാണോ എന്ന കാര്യത്തിൽ ഉറപ്പു പറയാൻ പറ്റില്ലെന്നുമാണ് ഭാര്യ അപ്പോഴും പറഞ്ഞത്. നന്ദി. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി, ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.